വകുപ്പ് മന്ത്രിയുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും വിയോജിപ്പുകളിൽ കുടുങ്ങി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിയുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണ്ട എന്ന നിലപാടിൽ ഉറച്ച് ടെസ്റ്റ് ബഹിഷ്കരണം തുടരുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. എന്നാൽ പരിഷ്കരണത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഗതാഗത വകുപ്പും മന്ത്രിയുമൊക്കെ. ഗതാഗത വകുപ്പിന്റെയും ഉടമകളുടെയും തർക്കത്തിനിടയിൽ അന്തം വിട്ടു നിൽക്കുകയാണ് ടെസ്റ്റിന് കാത്തു നിൽക്കുന്ന സാധാരണക്കാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയതിന് പിന്നാലെ നൂറുകണക്കിന് ആളുകളാണ് ലൈസൻസ് എടുക്കാതെ പെരുവഴിയിൽ നിൽക്കുന്നത്. പലരും ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ എത്തിയെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് നിസ്സഹായരായി മടങ്ങി. ടെസ്റ്റ് നടക്കണമെങ്കിൽ പ്രതിഷേധമൊടുങ്ങണം. പ്രതിഷേധമൊടുങ്ങാൻ പരിഷ്കരണം പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് സമരക്കാർ പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ ചില ഇളവുകൾ അനുവദിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസവും ഡാഷ്ബോർഡ് ക്യാമറകൾ ഘടിപ്പിക്കാൻ 3 മാസവും സാവകാശം നൽകി. ടെസ്റ്റുകളുടെ എണ്ണം 40 ഉയർത്തി. പക്ഷേ ഇളവുകളല്ല തങ്ങൾക്ക് വേണ്ടതെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നുമാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം. പ്രതിഷേധക്കാർ നിലപാട് കടുപ്പിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പിന് ടെസ്റ്റുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. CITU താത്കാലികമായി സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സംയുക്ത സമരസമിതിയുടെ ഭാഗമായി ഒരു വിഭാഗം CITU പ്രവർത്തകരും പ്രതിഷേധിക്കുന്നുണ്ട്. സമര ആവശ്യങ്ങൾ നമ്മളെ ആവശ്യം തന്നെ, അവരെ ആവശ്യമില്ല ആവശ്യമൊന്നും തന്നെ. ആവശ്യങ്ങൾ എല്ലാവരും സർക്കുലർ പിൻവലിക്കുക. അവർ പ്രത്യക്ഷത്തിൽ സമരം തുടരുന്നു, നമ്മൾ പ്രത്യക്ഷത്തിലുള്ള സമരം നിർത്തി. വിശദമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി അത് മാറ്റിവെച്ചത്. പ്രതിഷേധങ്ങൾക്കിടയിൽ പെട്ടുപോയത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട നൂറുകണക്കിന് ആളുകൾ. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങളും ഗ്രൗണ്ടും വിട്ടുകൊടുക്കാത്തത് കാരണം മണിക്കൂറുകൾ കാത്തിരുന്നാണ് പലരും മടങ്ങുന്നത്. ഓരോ ദിവസവും ടെസ്റ്റ് മുടങ്ങുമ്പോൾ ടെസ്റ്റ് പൂർത്തിയാക്കേണ്ട ആളുകളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കുന്നുണ്ട്. ഇത് ജനങ്ങളെയും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും വലിയ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയമില്ല. ആവശ്യപ്രകാരം ചില ഇളവുകൾ നൽകി. ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. പക്ഷേ അത് അനുവദിക്കില്ല എന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നു. ഇതിനിടയിൽ പെട്ടുപോകുന്നത് ജനങ്ങളും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുമാണ്. ഈ പ്രശ്നം മുന്നിൽ കണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ചർച്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പ്രഖ്യാപിച്ച ദിവസം മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പ്രതിഷേധങ്ങൾ. ഇപ്പോൾ നടക്കുന്ന ബഹിഷ്കരണ സമരവും പ്രത്യക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പൊതുജനങ്ങളെ തന്നെയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടോ? പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ടെസ്റ്റ് മുഖാന്തരം പോകണതാണ് നല്ലത്. പഠിച്ച് എടുക്കേണ്ട രീതിക്ക് ചെയ്താൽ മാത്രമേ നല്ലതാവുള്ളൂ. നമ്മുടെ റോഡിൽ വരുന്ന ആക്സിഡന്റ് കാര്യത്തിന് എണ്ണം കൂടി വരുവാണല്ലോ, അപ്പോൾ നല്ലതായിരിക്കും. ക്രമേണ അത് നല്ലതായിട്ട് വരും. ആൾക്കാർ മനസ്സിലാക്കുന്നു. ഒത്തിരി പേർക്ക് അത് ഇച്ചിരി ടഫായിരിക്കും. പഴയതിനേക്കാളും ഇച്ചിരി കൂടെ ടഫായിരിക്കും. അപ്പോൾ പുതിയതാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വണ്ടി ഏതൊക്കെ രീതിയിൽ ഓടിക്കാം, അങ്ങനെയൊക്കെ ഇച്ചിരി യൂസ്ഫുൾ ആയിരിക്കും. കുറേയൊക്കെ നല്ലതാണ്. പിന്നെ പെട്ടെന്ന് എല്ലാം പരിഷ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്രമേണ പരിഷ്കരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നല്ലതാ. ഡ്രൈവിംഗ് എല്ലാം നന്നായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമല്ലോ. അപകട സാധ്യതയെല്ലാം കുറവായിരിക്കുമല്ലോ. സമരത്തോടെ എനിക്കൊന്നും പറയാനില്ല. അത് ഓരോരുത്തരുടെ അവരുടെ ഓരോ അവകാശങ്ങളനുസരിച്ചല്ലേ പോകുന്നു. അറിയില്ല. മറ്റ് ജനകീയ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് യൂട്യൂബ് പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഷാനു നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം ഷാനു. SKN ലീവ് എടുത്തു എന്നാണ് ചോദിക്കുന്നത്. SKN ചെറിയൊരു അത്യാവശ്യം വന്നതുകൊണ്ട് മാറിയതാണ്. സജീവമായി തന്നെ SKN ഉണ്ടല്ലോ നമ്മുടെ എല്ലാം കൂടെ. രാജീവ് പറയുന്നുണ്ട്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയുടെ വിധി വന്ന ദിവസമാണല്ലോ, അത് വിജിലൻസ് അന്വേഷിക്കാത്തതാണ് നല്ലത്. വിജിലൻസിന്റെ തലപ്പത്ത് പിണറായി എന്നാണ് അദ്ദേഹം അതിന് കണ്ടെത്തുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. രാജേന്ദ്രൻ വയല പറയുന്നത്, സപ്ലൈകോ തീർത്തും കാലി, വിലക്കയറ്റം അതിരൂക്ഷം, കുടിവെള്ളം പലയിടത്തും കിട്ടാക്കനി, പകർച്ചവ്യാധി സർക്കാർ നടപടികളില്ല. അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ വിഷയത്തിലെല്ലാം ഇങ്ങനെ വളരെ നെഗറ്റീവായി സംസാരിക്കുന്നത് അറിഞ്ഞുകൂടാ. രാജേന്ദ്രൻ വയല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കരുതുന്നുള്ളൂ. നാളെ ലീവുണ്ടോ എന്ന് ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതെന്തുമായി ബന്ധപ്പെട്ടാണ് അത്തരം ഒരു ചോദ്യം ഉയരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള അവധി പ്രഖ്യാപനം ഒരു രീതിയിൽ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നത് പ്രേക്ഷകരെ അറിയിക്കുകയാണ്.